ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇതാണ്, നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ലൊക്കേഷൻ ഒന്ന് ആദ്യമേ പറഞ്ഞേക്കാം. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കൊല്ലത്ത് കൊട്ടിയം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കൊട്ടിയം എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലായിട്ടും, ഇപ്പോൾ കൊട്ടിയത്ത് നിന്നൊക്കെ നിങ്ങൾ കൊല്ലത്തേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ നമ്മൾ ലോഞ്ചായ സമയത്ത് തന്നെ നമ്മൾ ഇട്ടതാണ്. അന്ന് ബേസ് മോഡൽ സെക്കൻഡ് വേരിയൻ്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പുതിയൊരു വേരിയൻറ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. എക്സ്റ്ററിൻ്റെ തന്നെ നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് ലോഞ്ച് അയക്കുന്നത്. ഈ ഒരു നൈറ്റ് എഡിഷൻ നമുക്ക് ഒരുപാട് വേരിയൻറ്റുകളിൽ നമുക്ക് കിട്ടത്തില്ല. ഒന്ന് രണ്ട് വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. SXും അതുപോലെ തന്നെ SX ഓപ്ഷൻ കണക്റ്റും എന്നിങ്ങനെ രണ്ട് വേരിയൻസിൽ മാത്രമാണ് ഈ ഒരു നൈറ്റ് എഡിഷൻ വാഹനം കിട്ടുന്നത്. ഈ ഒരു രണ്ട് വേരിയൻറ്റിലും നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഈ കിടക്കുന്നത് SX ഓപ്ഷൻ കണക്ട് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ്. അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ഇതിൻ്റെ പ്രൈസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു നൈറ്റ് എഡിഷനകത്ത് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് SX എന്നതാണ്. SX മാനുവൽ ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 993 ഓൺ റോഡ് പ്രൈസ്. ഈ SXൻ്റെ തന്നെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1071 ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഈ കിടക്കുന്ന വേരിയൻ്റ് ഏതാ ഞാൻ പറഞ്ഞത്? SX ഓപ്ഷൻ കണക്ട് എന്ന വേരിയൻ്റാണ്. ഇതിൻ്റെ മാനുവൽ ആണ് എന്നുണ്ടെങ്കിൽ 1147 ഓട്ടോമാറ്റിക്കിന് 1229 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഓണസമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഫറും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് എത്രയാണെന്നുള്ളത് നിങ്ങൾ താഴത്തെ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതിയാവും. ഇപ്പോൾ ഓഫർ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക. വിജിൻ എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. നമ്മുടെ സുഹൃത്താണ്, കൂടുതലായിട്ട് അറിയും. വിജിനെ വിളിച്ചാൽ മതി. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം വിജിൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. ഞാൻ പറഞ്ഞു പോപ്പുലറിലുള്ളത്. ഇപ്പോൾ ഞാനൊരു എക്സ്റ്ററിൻ്റെ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു ക്രെറ്റ എടുക്കാൻ നിൽക്കുന്ന ആളായിരിക്കും ഇത് കാണുന്നത്, അല്ലെ ഗ്രാൻഡ് എടുക്കാൻ നിൽക്കുന്ന ആളായിരിക്കും, അല്ലെ വെന്യൂ എടുക്കാൻ നിൽക്കുന്ന ആളായിരിക്കും ഇത് കാണുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും ഹ്യുണ്ടായുടെ ഏത് വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്ത് പറയാനായിട്ടുണ്ട്. ഇപ്പം നല്ല പ്രൊഫൈലുള്ളൊരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ സിംഗിൾ ആപ്ലിക്കൻ്റായിട്ട് പോലും അവർ ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അത് പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തായിട്ടിരിക്കുന്നത്, സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ ഒരു 1.5 ലക്ഷമൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. 7 വർഷം വരെ തിരിച്ചടവ് കാലാവധിയുണ്ട്. ഇതിൻ്റെ ബുക്കിംഗ് എമൗണ്ട് ആയിട്ട് വരുന്നത് 11,000 രൂപയാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 11,000 രൂപ അടച്ച് ഈ ഒരു വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു എക്സ്റ്റർ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നതാണ്. അപ്പോൾ നൈറ്റ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് വാഹനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അറിയാൻ പറ്റും എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള വാഹനമാണ്. ബ്ലാക്ക് അല്ല, ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു വാഹനമാണ്. ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കൊക്കെ ഒന്ന് വരാം. ആദ്യത്തെ ഒരു വ്യത്യാസം നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും. ആ ഒരു റെഡ് ലൈൻ ആയിരിക്കും ആദ്യം തന്നെ കണ്ണിൽപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെഡ് ലൈൻ നമുക്ക് ഈ നൈറ്റ് എഡിഷൻ വാഹനത്തിൽ വരുന്നതാണ്. അത് ഫ്രണ്ട് പോർഷനിൽ അതൊരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാം. പിന്നെ വരുന്നത് ഈ ഒരു ഹ്യുണ്ടായുടെ ലോഗോയും അതേപോലെ ഈ ഒരു എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും ബ്ലാക്ക് ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു എന്താ പറയുക നൈറ്റ് എഡിഷൻ വാഹനത്തിൽ വരുന്നത് തന്നെ ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാം. പിന്നുള്ളത് ഈ ഒരു ഗ്രില്ലൊക്കെ നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ല എയറിൻ്റെയൊക്കെ എല്ലാം വരുന്നുണ്ട്. ഹെഡ് ലാമ്പിലേക്ക് വരുന്ന സമയത്ത് പ്രൊജക്ടബിൾ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നല്ലത്. നല്ലൊരു സ്ക്വയർ ടൈപ്പിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ DRLും അതേപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും അവിടെ തന്നെ പ്ലേസ് ചെയ്തു. അത്യാവശ്യം ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലോഗോ ഒക്കെ ഡാർക്ക് വന്നതും അതൊരു ഈ ഒരു ബാഡ്ജിങ് ഡാർക്ക് വന്നതും ഗ്രില്ല് ഓൾറെഡി പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. അത് നല്ല രസമുണ്ട്. ആ റെഡ് ലൈനിങ്ങും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ താഴ്ഭാഗത്ത് ഈ ഒരു ഡിസൈൻ പാറ്റേണും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം എയറിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നു. ഫുഡിൻ്റെ ഒക്കെ പോർഷനിലേക്ക് നോക്കിയാലും അത്യാവശ്യം കാർട്ട് ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ കൂടുതൽ പേരും ഈ ഒരു SUV ടൈപ്പ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയൊരു വാഹനം. ഇപ്പോൾ നൈറ്റ് എഡിഷൻ ആണെന്ന് പറഞ്ഞ് അത് മാത്രമല്ലാത്ത അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് വേരിയൻറ്റുകൾ വരുന്നുണ്ട്. പ്രൈസ് കുറഞ്ഞ വേരിയൻറ്റുകളെല്ലാം എനിക്കൊന്ന് 7 സംതിങ് ഒക്കെ നിങ്ങൾക്കൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാവുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് നേരെ സൈഡിലേക്ക് വരാം. അപ്പോൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടൊന്നും വരുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് പ്രൊഫൈലിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആദ്യം തന്നെ അലോയിലേക്ക് വരാം. അപ്പോൾ അലോയിലേക്ക് ഇത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് കാലിബർ നോക്കുന്ന സമയത്ത് റെഡ് ഫിനിഷ് ആണ് വരുന്നത്. അത് ഈ ഒരു നൈറ്റ് എഡിഷൻ വാഹനം ആയതുകൊണ്ടാണ് ആ രീതിയിൽ നൽകിയത്. ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത് 175/65R15 ആണ്. അതായത് 15 ഇഞ്ച് ടയറാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു റെഡ് കളർ വന്നത് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നുള്ളൊരു വ്യത്യാസം ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഈ ഒരു ക്ലാഡിങ് ഇത് നമുക്ക് ഈ ഒരു നൈറ്റ് എഡിഷൻ വാഹനത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നോർമലി നല്ല SUV ടൈപ്പ് വാഹനങ്ങളൊക്കെ ഈ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ ചുറ്റും വരുന്നത് തന്നെ
മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട്. കീയിലെ സെൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. റൂഫ് റെയിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നുള്ളൊരു കാര്യം, നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് ബേസ് മോഡൽ എടുത്താൽ പോലും നമുക്ക് അവൈലബിൾ ആണ്. ഫുൾ ഓപ്ഷനിൽ മാത്രമല്ല, ബേസ് മോഡലിൽ തൊട്ട് 6 എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ പറയാനൊന്നുമില്ല. നല്ല നല്ല ക്യാരക്ടർ ലൈൻസും എല്ലാം സൈഡ് പ്രൊഫൈലായിട്ട് വരുന്നുണ്ട്. ഒരു ഗ്ലാസ് ഏരിയ നോക്കിയാൽ നല്ല വലിപ്പമുണ്ട്. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്ക്വയർ ടൈപ്പിലൊരു ഗ്ലാസ് ഏരിയയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പറയാനായിട്ട്. അവിടെ തന്നെ റിയറിലേക്ക് വരാം. റിയറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു നൈറ്റ് എഡിഷൻ്റെ ഒരു ബാഡ്ജിങ് റിയർ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. അത് കൊള്ളാം. പിന്നെ ആ ഒരു റെഡ് ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂണ്ടായുടെ ഈ ഒരു ലോഗോ വരുന്നത് ഒരു ഡാർക്ക് ഫിനിഷിലാണ്. ഈ ഒരു എക്സ്ട്രാ എന്ന ബാഡ്ജിങ് വരുന്നത് ഡാർക്ക് ഫിനിഷിലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നൈറ്റ് എഡിഷൻ വാഹനത്തിൽ റിയർ സൈഡിൽ വന്ന മാറ്റങ്ങൾ. ടെയിൽ നമുക്ക് നോക്കിയാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ഇവിടെ നല്ല ആ ഒരു എന്താ പറയുക, ക്രിസ്റ്റൽ പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈൻ എലമെൻ്റാണ്. അത് ബ്ലാക്ക് ഫിനിഷിലുമാണ് നൽകിയത്. താഴ്ഭാഗത്ത് റിവേഴ്സ് സെൻസറും റിവേഴ്സ് ക്യാമറയും റിയർ വൈപ്പറും ഡീഫോഗർ ലൈനും ഷാർഫിൻ ആൻറ്റിന സ്പോയിലർ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. കാര്യം ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സെൻസർ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് ഹുഡ് തുറക്കുന്നതിന് വേണ്ടിയിട്ട്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. അതാണ് ഇവിടെയായിട്ടാണ് സ്പെയർ ടയർ അവർ പ്ലേസ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും എല്ലാം നമുക്ക് വാഹനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് പിടിച്ച് ക്ലോസ് ചെയ്യാനായിട്ട്. അത് നല്ലൊരു കാര്യം. അത്യാവശ്യം നീളം കുറഞ്ഞവരാണെങ്കിൽ ഇവിടെ പിടിച്ച് ക്ലോസ് ചെയ്യുക. അല്ലാത്തവർക്ക് ഇവിടെ പിടിച്ച് ഈ ഒരു രീതിയിൽ ക്ലോസ് ചെയ്യുക. ഭയങ്കര ഹെവിയൊന്നും അല്ല. ഡോർ ക്ലോസ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നും വരുന്നില്ല. അതെ, 6 എയർ ബാഗിൻ്റെ ആ ഒരു ബാഡ്ജിങ് ആണ് ഇവരിവിടെ നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് അത് അവൈലബിൾ ആണ്. ഡോർ തുറക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ. അപ്പോൾ ആദ്യം തന്നെ ഡോർ പാഡിലേക്ക് വരാം. 4 ഡോർ പവർ വിൻഡോ, അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അകത്തേക്ക് വരുമ്പം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അത് നമുക്ക് അവൈലബിൾ ആണ്. അത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റീറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതും നല്ലൊരു കാര്യം തന്നെ. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന് ചുറ്റും നമുക്കൊരു റെഡ് ലൈനിങ് നൽകിയിട്ടുണ്ട്. നമ്മൾ ആ AC വെനിന് ചുറ്റും അവർ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് കാണിച്ചു തരാം. സീറ്റിലേക്ക് നോക്കിക്കോ. സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ റെഡ് ലൈനിങ് നല്ല രീതിയിൽ തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ലെതർ റാപ്പിഡാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. അതിലും നമുക്ക് ആ ഒരു റെഡ് സ്റ്റിച്ചിങ് നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റലാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെ. ഫീച്ചേഴ്സ് വൈസ് നമുക്ക് എടുത്തു പറയാം. പിന്നെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഡാഷ്ബോർഡ് ഫുള്ളി ഒരു ഡാർക്ക് ഫിനിഷാണ് വരുന്നത്. നമുക്ക് ആ ഒരു AC സ്വിച്ചിന് ചുറ്റും നമുക്ക് ആ റെഡ് ലൈനിങ് വരുന്നുണ്ട്. AC വെൻറ്റിൻ്റെ അവിടെ റെഡ് ലൈനിങ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു റെഡ് ലൈനിങ് അവർ നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ് വാഹനം വരുന്നത്. ഇവിടെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അല്ലാതെ തന്നെ USB സ്ലോട്ട് നൽകി അത് റിവേഴ്സ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പിലേക്ക് നോക്കുന്നത് സൺറൂഫ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ മിറർ നൽകിയിട്ടുണ്ട്. സൺറൂഫ് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെയായിട്ടാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഈ ഒരു പോർഷനിലെല്ലാം നൽകിയിട്ടുള്ളത്. ഹ്യൂണ്ടയുടെ ലോഗോ ഇവിടെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലല്ല നോർമലി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബാക്കി കൺട്രോൾസും എല്ലാം നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ലെതർ റാപ്പിഡൊക്കെ ആണെന്ന് ഓൾറെഡി എടുത്തു പറഞ്ഞു. വേറെ കാര്യങ്ങളും നമുക്ക് ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടൊന്നുമില്ല. അകത്തെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് തന്നെയാണ്. ആ ഒരു റെഡ് ഫിനിഷിങ് നൽകിയിട്ടുള്ളത് തന്നെയാണ്. ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഇവിടെ ഡെഡ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാലൊക്കെ വെക്കാനായിട്ട് കുറച്ചുകൂടി കംഫർട്ടാണ്. ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ടാണ് ഈ ഒരു കാല് വളരെ കംഫർട്ടായിട്ട് ഈ ഒരു പോർഷനിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ ഒരു എക്സ്റ്റൻഡ് ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവർ പ്ലേസ് ചെയ്തു. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അവിടെ പറയാനായിട്ട്. ജസ്റ്റ് റിയർ സീറ്റും തുറന്നു നോക്കാം. അപ്പോൾ കവറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ലപോലെ അറിയാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ ചെറിയൊരു റെഡ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നൽകി. അവിടെ AC വെൻറ്റിൻ്റെ അവിടെ റെഡ് ലൈനിങ് വരുന്നുണ്ട്. അവിടെ തന്നെ ഒരു ചാർജിങ് സോക്കറ്റ് അവർ നൽകിയിട്ടുണ്ട്. സ്കൂപ്പ് രീതിയിൽ സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാല് തട്ടത്തില്ല. ഈ ഒരു ഡോർ പാഡ് നോക്കിയാൽ നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇരുന്നൊന്ന് കാണിക്കാൻ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വാഹനമാണെന്നൊരു തോന്നൽ വരും പലർക്കും. അപ്പോൾ ഈ ഒരു കംഫർട്ട് എൻ്റെ കംഫർട്ടിന് ഇട്ട സീറ്റാണ്. അപ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ തൈ സപ്പോർട്ട് എടുത്ത് പറയേണ്ടതാണ്. നല്ല തൈ സപ്പോർട്ടുണ്ട്. ഹൈറ്റ് വരുന്നുണ്ട്. തലതട്ടുന്ന ബുദ്ധിമുട്ടില്ല. പാഴ്സെറ്റ് ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് പറ്റും. ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെയൊന്നും നമുക്ക് പറയാനായിട്ട് വരുന്നില്ല. 6 എയർ ബാഗ് ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അപ്പോൾ കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു ഒതുങ്ങിയ വാഹനമാണെങ്കിൽ പോലും അകത്ത് നോക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ നമുക്കിനി ഫ്രണ്ടിലേക്ക് വരാം.
അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. നൈറ്റ് എഡിഷൻ വാഹനം, അതിൻ്റെ പ്രൈസ് റേഞ്ച് എത്രയാണെന്നുള്ളത് പറഞ്ഞു, എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ പിന്നെ ലൊക്കേഷൻ പറഞ്ഞു, കൊല്ലം കൊട്ടിയത്താണ് ലൊക്കേഷൻ. ഷോറൂം വരുന്നത് പോപ്പുലർ ഹ്യുണ്ടായിലാണ്. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ഹ്യുണ്ടായുടെ ഏത് വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാം. 11,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. 993 SX മാനുവലിൻ്റെ പ്രൈസ്. SX ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1071, SX ഓപ്ഷൻ കണക്ട് മാനുവൽ ആണെങ്കിൽ 1147, ടോപ്പ് എൻഡ് അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കിന് 1229 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പം അത്യാവശ്യം ഫിനാൻസ് സ്കീമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ കയ്യോടെ തന്നെ ബുക്ക് ചെയ്ത് സ്വന്തമാക്കാൻ നമുക്ക് 11,000 ബുക്കിംഗ് എമൗണ്ട്. വേറെ ഒന്നുമില്ല പറയാൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും. അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ.